during the election, I told you that you gave my brother strength, that I, as his sister, could see how much courage he got from you. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഇവിടെ വന്നപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു, നിങ്ങൾ എത്രമാത്രം കരുത്താണ് എന്റെ സഹോദരന് നൽകിയത്. ഒരു സഹോദരി എന്ന നിലയിൽ എനിക്ക് കാണാൻ പറ്റി എത്രമാത്രം നിങ്ങൾ അദ്ദേഹത്തിന് കരുത്ത് നൽകിയെന്ന്. By making me a member of parliament, by showing me your love, by giving me your support, you are also giving me your strength, and you are also giving me courage. അതുമാത്രമല്ല, ഇന്ന് നിങ്ങളുടെ ജനപ്രതിനിധിയായി നിങ്ങൾ എന്നെ തെരഞ്ഞെടുത്തതിലൂടെ, നിങ്ങളുടെ പിന്തുണ എനിക്ക് നൽകുന്നതിലൂടെ, നിങ്ങളുടെ സ്നേഹം എനിക്ക് നൽകുന്നതിലൂടെ നിങ്ങൾ എനിക്കും നിങ്ങളുടെ ധൈര്യം നൽകുകയാണ്, നിങ്ങളുടെ കരുത്ത് എനിക്ക് നിങ്ങൾ നൽകുകയാണ്. I am here to learn from you. I am here to understand your problems in depth. ഞാൻ നിങ്ങളിൽ നിന്ന് പഠിക്കാനാണ് ഇവിടെ വന്നിരിക്കുന്നത്. ആഴത്തിൽ നിങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാനാണ് ഞാൻ ഇവിടെ ഉള്ളത്. Of course, I know about the night ban. I know about the man-animal conflict, the need for health services, the need for better educational institutions. But I am now here to fight for all of this, to work with you, to understand them properly from you. I will come to you. I will come to your houses. I will meet with you. The doors of my office are open to you. The doors of my home are open to you. Anytime that you need anything, I am here to help with it, to serve you. എനിക്ക് ഇവിടുത്തെ രാത്രിയാത്രാ നിരോധനത്തെ കുറിച്ചറിയാം, മനുഷ്യ വന്യജീവി സംഘർഷങ്ങളെ കുറിച്ചറിയാം, മെച്ചപ്പെട്ട വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും മെച്ചപ്പെട്ട ആരോഗ്യ സംവിധാനങ്ങളും നിങ്ങൾക്ക് വേണമെന്നുള്ള പ്രശ്നത്തെ കുറിച്ചറിയാം. പക്ഷെ ഇത് കൂടുതൽ അറിയാൻ വേണ്ടി ഞാൻ നിങ്ങളിലേക്ക് വരും. നിങ്ങളെ അത് ആഴത്തിൽ എനിക്ക് നിങ്ങളിൽ നിന്ന് മനസ്സിലാക്കണം. എന്റെ ഓഫീസിന്റെ വാതിലുകൾ, എന്റെ വീടിന്റെ വാതിലുകൾ എല്ലായ്പ്പോഴും ഇവിടുത്തെ ജനങ്ങൾക്കായി, നിങ്ങൾക്കായി തുറന്നു കിടക്കും. I know that you will miss my brother, but I also assure you that I will leave no stone unturned in trying to make for you a stronger, better future. Whether you are a farmer from Wayanad, whether you are a shopkeeper, a businessman, whether you are a friend of mine, a sister, all of you who live here, who work here, I will work with you to improve your life and to make a stronger future for you. എനിക്കറിയാം, എന്റെ സഹോദരൻ ഇവിടെ ഇല്ലാത്തപ്പോൾ അദ്ദേഹത്തെ കുറിച്ചുള്ള നഷ്ടബോധം നിങ്ങൾ അനുഭവിക്കും. അദ്ദേഹത്തെ മിസ് ചെയ്യുമെന്ന് എനിക്കറിയാം. പക്ഷെ അദ്ദേഹത്തിന്റെ അഭാവം ഇല്ലാത്ത വിധത്തിൽ ഞാൻ കഠിനമായി പരിശ്രമിച്ച് ഇവിടുത്തെ ഒരു കർഷകനാകട്ടെ, ചെറുകിട കച്ചവടക്കാരനാകട്ടെ, ഇവിടെയുള്ള എന്റെ സഹോദരിയായ സുഹൃത്തായ ഒരു സിസ്റ്റർ ആകട്ടെ, നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി എന്നാൽ ആവും വിധം പ്രയത്നിക്കുമെന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകുകയാണ്. I want to thank my brother for all the work he did here for the last 5 years. കഴിഞ്ഞ 5 വർഷങ്ങളായി വയനാട്ടിൽ എന്റെ സഹോദരൻ ചെയ്ത എല്ലാ പ്രവൃത്തികൾക്കും വേണ്ടി, നിങ്ങൾക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങൾക്ക് വേണ്ടി അദ്ദേഹത്തോട് ഞാൻ നന്ദി പറയുകയാണ്. It is because of your faith in him and your belief in him that you have put your trust in me as well. അദ്ദേഹത്തിൽ നിങ്ങൾക്കുള്ള വിശ്വാസം കൊണ്ടാണ് നിങ്ങൾ എന്നിലും ആ വിശ്വാസം അർപ്പിച്ചിരിക്കുന്നത്. I want to thank all the leaders who are assembled here and all the leaders, all the workers of the UDF who came out in support of me, who worked very, very hard to make this election what it became and to make it a possibility for me to win. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് പ്രചരണത്തിന്റെ ഭാഗമായി പ്രവർത്തിച്ച എല്ലാ ഐക്യജനാധിപത്യ മുന്നണിയുടെയും പ്രവർത്തകരെയും നേതാക്കളെയും എന്നെ ഈ തെരഞ്ഞെടുപ്പ് വിജയിക്കാൻ സഹായിച്ചത്, സാധ്യമാക്കി തീർത്ത എല്ലാവരോടും ഞാൻ ഇവിടെ നന്ദി പറയുകയാണ്. And as I said in the beginning of my speech, I thank each and every one of you for the love you have given me. I will not disappoint you.